2024 തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വി.എസ്. സുനിൽകുമാറാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. അവിടെ വി.എസ്. സുനിൽകുമാർ വിജയിക്കും എന്ന് വലിയ പ്രചാരത്തോടെ അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും സുരേഷ് ഗോപിയുടെ ജയം വാസ്തവത്തിൽ CPM BJP ഡീലായിരുന്നു എന്ന് വ്യക്തമായതോടുകൂടിയാണ് CPI തൃശൂർ ജില്ലാ ഘടകം ആ തീരുമാനമെടുക്കാൻ തയ്യാറാകുന്നത്. പല നേതാക്കളും പ്രാദേശിക തലത്തിൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ്. അതിന് കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് വി.എസ്. സുനിൽകുമാർ പരോക്ഷമായി തന്നെ പറയുന്നത്. വി.എസ്. സുനിൽകുമാറും കോൺഗ്രസിലേക്ക് എന്ന സൂചന നൽകുകയാണോ ഇതിലൂടെ എന്നത് ഇനിയും വ്യക്തമാകേണ്ട സാഹചര്യമാണ്. പ്രതിപക്ഷ നേതാവായ VD സതീശനുമായി വളരെ കാലമായുള്ള സൗഹൃദം, അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ് വി.എസ്. സുനിൽകുമാർ. കോളേജ് കാലം മുതൽ തന്നെ അവർ സമകാലികരായിരുന്നു എന്നുള്ളത് കൊണ്ടും മികച്ച രീതിയിൽ അവർ തമ്മിലുള്ള കുടുംബപരമായിട്ടുള്ള വലിയ അടുപ്പം ഒക്കെ ഉണ്ട്. CPI കോൺഗ്രസിലേക്ക് വരേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചൊക്കെ വാചാലനായി പലപ്പോഴും VD സതീശൻ സംസാരിക്കുമ്പോൾ അന്നൊക്കെ അതിനെ ചിരിച്ച് തള്ളിക്കളഞ്ഞിരുന്ന സുനിൽകുമാർ ഇപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കുകയാണ്. അതിന് കാരണം കേരളത്തിൽ BJPയും CPMും തമ്മിലുള്ള അന്തർധാര മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര നേതാക്കളും, അതായത് BJPയുടെ കേന്ദ്ര നേതാക്കളും തമ്മിൽ നടത്തുന്നു എന്നുള്ള ഒരു വലിയ ഗൂഢലക്ഷ്യം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇനിയും കോൺഗ്രസുമായി സഹകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. മുൻപ് കോൺഗ്രസുമായി സഹകരിച്ചു പോകുന്ന അതേ CPIയെ എപ്പോഴും അവസരം കിട്ടുമ്പോൾ കൃത്യമായി കുത്താൻ CPM സാഹചര്യങ്ങൾ മുതലാക്കാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞ നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് അതിനൊത്തു തുള്ളാൻ നിന്നവരല്ലേ നിങ്ങൾ CPIക്കാർ, ഞങ്ങളതൊന്നും മറക്കില്ല എന്ന് MA ബേബി ഉൾപ്പെടെയുള്ളവർ, CPMന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെയുള്ളവർ പലതവണയായി പറഞ്ഞത് CPI ഇന്നും ഓർത്തു വെച്ചിരിക്കുകയാണ്. CPIയെ തകർക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ദേശീയ തലത്തിൽ CPIക്ക് കിട്ടിയ 2 ലോക്സഭാ സീറ്റുകൾ തമിഴ്നാട്ടിൽ കോൺഗ്രസുമായി സഹകരിച്ചതിൻ്റെ പേരിൽ ഉള്ളതാണ്. അതല്ലാതെ കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നതുകൊണ്ട് CPIക്ക് വലിയ തകർച്ചയാണ് ഉണ്ടായത്. മാവേലിക്കരയിൽ പോലും വാസ്തവത്തിൽ അവിടെ അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കോൺഗ്രസിൻ്റെ സാരഥി ആയിരുന്നുവെങ്കിൽ എന്നേ ജയിച്ചനെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ വ്യക്തമാണ്. വി.എസ്. സുനിൽകുമാർ കൃത്യമായി പറയുന്നു, CPIയുമായി സഹകരിച്ചു പോയത് കമ്മ്യൂണിസ്റ്റ് ആദർശ മൂല്യങ്ങൾ ബാക്കി ഉള്ളത് കൊണ്ട് മാത്രമാണ്. എന്നാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആദർശ മൂല്യങ്ങൾ ഒന്നും തന്നെ CPM നേതാക്കൾ കാത്തു സൂക്ഷിക്കാതെ അവർ ബിനാമിയുടെയും ധനലോബിയുടെയും ഒക്കെ പിന്നാലെ പോകുന്നു. ബിനാമി ഇടപാടുകളാണ് കൂടുതൽ. പല കാര്യങ്ങളിലും അവരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നിപ്പ് തെരുവിൽ വരെ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് നിരവധി തവണ എത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഒന്നും പറയാതെ മൗനവ്രതം തുടരുന്നതിൻ്റെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇന്നിപ്പോൾ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞത് കോൺഗ്രസുമായി സഹകരിച്ചു പോകുന്നതിൻ്റെ അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ്. അത് ഒരു ഗ്രീൻ സിഗ്നലാണ്, ഒരു പച്ചക്കൊടി നാട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ബിനോയ് വിശ്വത്തിന് വെളിപാടുണ്ടായതിൽ സന്തോഷമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, K. സുധാകരൻ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത്.